ലത ശ്രുചിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഓട്സ് ദോശയും ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു അരക്കപ്പ് ഉഴുന്ന്, പിന്നെ ഒരു അരക്കപ്പ് കടലപ്പരിപ്പ്, 1 ടീസ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഞാനൊരു 1.5 കപ്പ് ഓട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിത് രാവിലെയാണ് വെള്ളത്തിലിടുന്നത്. വൈകുന്നേരം ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിത് പകുതിയും പകുതിയായിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഒരു പകുതി ഇട്ടിട്ട് ആദ്യം അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇത് ആദ്യം അരച്ചത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത് ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മുഴുവൻ അരച്ച് കഴിഞ്ഞു. ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സിയൊക്കെ ഒന്ന് കഴുകി ആ വെള്ളം കൂടി ചേർത്ത് കൈകൊണ്ട് വെച്ചിട്ട് അത് പിറ്റേ ദിവസം ഒരു ഓവർനൈറ്റ് മുഴുവൻ വെച്ചിട്ടുള്ളതാണ്. രാവിലെ എടുത്തപ്പോൾ അത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലി ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് അത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഞാനൊരു 4-5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകോ അല്ലെങ്കിൽ സാധാരണ ചില്ലി പൗഡറോ ഇടാം കേട്ടോ. ഞാൻ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, പിന്നെ അതിലേക്ക് സവാള, ഒരു 2 സവാള, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 തക്കാളിയും കൂടി മുറിച്ചത് നല്ലപോലെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പോൾ ഇനി അത്യാവശ്യത്തിന് കുറച്ച് ഒന്ന് വേഗം വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ അത് തുറന്നപ്പോൾ അത് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം തണുത്തതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ അല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്കതിലേക്കൊന്ന് വറുത്തിടാം. അതിനായിട്ട് ഞാനൊരു ചെറിയ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുക്, ഒരു 3-4 ഡ്രൈഡ് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചട്നി അതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മളുടെ ചട്നി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഓട്സ് ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുള്ളത് ഒരു കയ്യിൽ ഒഴിച്ചിട്ട് നല്ലപോലെ നേരിയതായിട്ട് നമുക്ക് നല്ലപോലെ കിട്ടും പരത്താൻ. അപ്പം ഇങ്ങനെ വളരെ നേരിയതായിട്ട് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് എപ്പോഴും ഒന്നുകിൽ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഉണ്ടാവും, അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിടണമെന്നൊന്നുമില്ല, നല്ല നേരിയതായതുകൊണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഒരെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇതുപോലെ ഒന്നുകൂടി നല്ലപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നിൽ നല്ലെണ്ണ വെച്ചിട്ടുണ്ട്, ഒന്നിൽ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂത്ത് ചുവന്ന് വരും ദോശ. അപ്പം നല്ലപോലെ എല്ലാ ഭാഗവും വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതാ കണ്ടത്, നമ്മൾ അത് ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശയും ടൊമാറ്റോ ചട്നി ഇവിടെ റെഡിയായി. ഇതിൽ അരി, ഗോതമ്പ് ഒന്നും ചേർത്തിട്ടില്ല. വളരെ നല്ല വെയിറ്റ് ലോസിനും നല്ലതാണ്. അപ്പം നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.